ഹായ് ഓൾ, ദിസ് ഇസ് ശീതൾ. ബാക്കി ഭാഗം നോക്കാം. അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ സാഹിത്യകൃതികളും മറ്റു ഗ്രന്ഥങ്ങളും ജനങ്ങൾ വ്യാപകമായി വായിക്കാൻ തുടങ്ങി. ഇനി നവോത്ഥാനവും ചരിത്രരചനയും. ഇവിടെ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്. അതെന്താന്ന് നമുക്ക് വായിക്കാം. CE 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം പ്രാചീനകാലമെന്നും തുടർന്ന് 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം മധ്യകാലമെന്നും അറിയപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലം ആധുനിക കാലമായി പരിഗണിക്കുന്നു. ഈ രീതി നവോത്ഥാന കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത്. ഇറ്റാലിയൻ ചരിത്രകാരനായ ഫ്ലാവിയോ ബിയാൻഡോ, ലിയനാർഡോ ബ്രൂണി എന്നിവരാണ് ഈ രീതി ആവിഷ്കരിച്ചത്. ഇക്കാലത്ത് ചരിത്രരചനയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ചരിത്രരചനയിലും പ്രതിഫലിച്ചു. ചരിത്ര സംഭവങ്ങൾ ദൈവസൃഷ്ടിയാണെന്നും ചരിത്രത്തിന്റെ ഗതി നിർണയിക്കുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുമുള്ള കാഴ്ചപ്പാടാണ് മധ്യകാലത്ത് നിലനിന്നിരുന്നത് പറഞ്ഞല്ലോ. എന്നാൽ ഈ കാഴ്ചപ്പാടിന് നവോത്ഥാന കാലത്ത് പ്രസക്തി നഷ്ടപ്പെട്ടു. മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങൾക്കും പുരോഹിതരുടെ ജീവിത കഥകൾക്കുമുപരിയായി മനുഷ്യജീവിതം ചരിത്രരചനയുടെ കേന്ദ്രബിന്ദുവായി മാറി. പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്രരചനയിൽ സുപ്രധാനമായ സ്ഥാനം ലഭിച്ചതാണ് നവോത്ഥാന കാല ചരിത്രരചനയുടെ മറ്റൊരു പ്രധാന സവിശേഷത. തൽഫലമായി ചരിത്രകാരർ ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കയ്യെഴുത്തു പ്രതികൾ തുടങ്ങിയ തെളിവുകൾക്ക് ചരിത്രരചനയിൽ സവിശേഷ സ്ഥാനം നൽകി. പ്രാചീന കയ്യെഴുത്തു പ്രതികൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമായി. മാനവികതയുടെ കടന്നുവരവോടെ ചരിത്രരചനയിൽ വിമർശനങ്ങൾക്കും സ്ഥാനം ലഭിച്ചു. കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും കൈയടക്കി. മാക്കിവെല്ലി നവോത്ഥാന ചരിത്രരചനയെ സമ്പന്നമാക്കി. ഇനി ഒരു ബോക്സ് തന്നിട്ടുണ്ട് അവിടെ തന്നെ. അതെന്താന്ന് നോക്കാം. രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ കൊട്ടാര ചരിത്രകാരരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇവർ തങ്ങളുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരർ ദിനവൃത്താന്തങ്ങൾ എന്ന് വിളിച്ചു. എന്താണ് ദിനവൃത്താന്തം മനസ്സിലായോ? കാരണം അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുക്രമ വിവരണം നൽകുന്നവയായിരുന്നു. ഇനി താഴെ നവോത്ഥാനവും ശാസ്ത്രവും. പ്രശസ്ത ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾട്ട് ബ്രെക്റ്റിന്റെ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിന്റെ പ്രാരംഭവാക്യമാണിത് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് അത് നോക്കാം. 1609 ശാസ്ത്രത്തിന്റെ പ്രകാശം ഉദിച്ചുയരാനാരംഭിച്ചു. പാദുവ നഗരത്തിലെ തന്റെ ഗ്രഹത്തിലിരുന്നുകൊണ്ട് ഗലീലിയോ ഗലീലി സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നതെന്നും തെളിയിക്കാൻ ശ്രമമാരംഭിച്ചു. ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന വിശ്വാസം 16-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു. എന്നാൽ ആ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ ഗലീലിയോയുടെ പരിശ്രമങ്ങളെക്കുറിച്ചാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. നവോത്ഥാനം ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. നവോത്ഥാന കാലത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായ ഒരു പ്രധാന മേഖല ജ്യോതിശാസ്ത്രമായിരുന്നു. പ്രപഞ്ചത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതിക ശക്തികളാണ് എന്ന കാഴ്ചപ്പാട് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചു. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള ടോളമിയുടെ സിദ്ധാന്തം 16-ാം നൂറ്റാണ്ട് വരെയും വെല്ലുവിളികൾ നേരിടാതെ നിലകൊണ്ടു. എന്നാൽ പോളണ്ടുകാരനും പുരോഹിതനുമായ കോപ്പർനിക്കസ് ഇതിനെ വെല്ലുവിളിച്ചു. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണെന്ന് അദ്ദേഹം വാദിച്ചു. ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. കോപ്പർനിക്കസിന്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ ഗലീലിയോ ഗലീലി, ജോഹന്നസ് കെപ്ലർ എന്നിവർ കൂടുതൽ വ്യക്തമായി അവതരിപ്പിച്ചു. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നുവെന്ന് കെപ്ലർ കണ്ടെത്തി. ഇത് 17-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിനെ ശക്തമായി സ്വാധീനിച്ചു. ഗലീലിയോ ഗലീലി താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്താൽ
വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ, ശനിയുടെ വലയങ്ങൾ എന്നിവ കണ്ടെത്തി. ഗലീലിയോയുടെ കണ്ടെത്തലുകൾ കോപ്പർനിക്കസിന്റെ സിദ്ധാന്തത്തെ ശരിവെച്ചു. നവോത്ഥാനം വൈദ്യശാസ്ത്ര രംഗത്ത് പൊതുവെയും ശരീരശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ചും നേട്ടങ്ങൾ കൈവരിച്ചു. സ്വിറ്റ്സർലൻഡുകാരനായ പാരാസെൽസസ് രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താനും ശ്രമിക്കുകയും ഇതുമൂലം കഴിഞ്ഞു. ആൻഡ്രിയസ് വെസാലിയസ് മൃതശരീരങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുകയും ശരീരശാസ്ത്രത്തിന് പുതിയ അറിവുകൾ സമ്മാനിക്കും. മതനവീകരണം എന്താണെന്ന് നോക്കാം. നവോത്ഥാനത്തിന്റെ സ്വാധീനം യൂറോപ്പിലെ മതരംഗത്തും പ്രതിഫലിച്ചു. ഇറാസ്മസിനെ പോലെയുള്ള മാനവികതാവാദികൾ രചിച്ച ആക്ഷേപഹാസ്യ കൃതികളും ജോൺ വൈക്ലിഫ്, ജോൺ ഹസ്, സവോനറോള തുടങ്ങിയവരുടെ വിമർശനങ്ങളും കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നതിന് പശ്ചാത്തലമൊരുക്കി. ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനായി പുറത്തിറക്കിയ പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയായിരുന്നു അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയത്. പാപവിമോചന പത്രം പണം നൽകി വാങ്ങിയാൽ പാപങ്ങളിൽ നിന്നും മോചനം നേടാം എന്ന് മതനേതൃത്വം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയിലൂടെ ശേഖരിക്കുന്ന പണം കൊണ്ട് ആശുപത്രികൾ, കത്തീഡ്രലുകൾ തുടങ്ങിയവ നിർമ്മിക്കുക എന്നതായിരുന്നു സഭാ നേതൃത്വത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ വിൽപ്പനയ്ക്കായി ജോഹാൻ ടെക്സൽ എന്ന ഡൊമിനിക്കൽ സന്യാസി ജർമ്മനിയിലെത്തി. പാപവിമോചനത്തിന്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതിലിൽ 1517 മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ തന്റെ 95 പ്രബന്ധങ്ങൾ പതിപ്പിച്ചു. ഇത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മതനവീകരണ പ്രസ്ഥാനത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. ഒരു ആശയപരമായ സംവാദം മാത്രമാണ് മാർട്ടിൻ ലൂതർ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ജർമ്മന് പകരം ലാറ്റിൻ ഭാഷയിലാണ് അദ്ദേഹം തന്റെ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയത്. എന്നാൽ അജ്ഞാതരായ ചിലർ ഇത് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം സഭയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. ഇനി ജർമ്മനിയിലെ സർവകലാശാലകളും മതനവീകരണത്തിന് പശ്ചാത്തലമൊരുക്കി. മാർട്ടിൻ ലൂതറുടെ പ്രൊട്ടസ്റ്റന്റ് മതനവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ചത് അദ്ദേഹം അധ്യാപകനായിരുന്ന ജർമ്മനിയിലെ വിറ്റൻബർഗ് സർവകലാശാലയായിരുന്നു. പുരോഹിതരുടെയും മതകോടതികളുടെയും അധികാരത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരികളുടെ താൽപര്യങ്ങളും മതനവീകരണത്തിന് കരുത്തു പകർന്നു. നികുതി പിരിവിലും ദേവാലയങ്ങളിലും നിയമനങ്ങളിലും പുരോഹിതർക്കുണ്ടായിരുന്ന അധികാരത്തെ അപ്രമാദിത്വത്തെയും ഭരണാധികാരി ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. സ്വിറ്റ്സർലാൻഡിൽ ഉൾറിച്ച് സിംഗ്ലി, ജോൺ കാൽവിൻ എന്നിവരും ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി എട്ടാമനുമാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നു. ഇത് ദേശീയ സഭ, അതായത് നാഷണൽ ചർച്ച് എന്നറിയപ്പെട്ടു. ഇനി പ്രതിമത നവീകരണം, കൗണ്ടർ റിഫോർമേഷൻ എന്താണെന്ന് നോക്കാം. മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇത് പ്രതിമത നവീകരണം എന്നറിയപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി വടക്കൻ ഇറ്റലിയിലെ ട്രെന്റിൽ സഭാ നേതൃത്വത്തിന്റെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. മതരംഗത്തെ തെറ്റായ പ്രവണതകളെ ഒഴിവാക്കി പരിഷ്കരണവുമായി മുന്നോട്ടു പോവുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. തൽഫലമായി പാപവിമോചന പത്രത്തിന്റെ വിൽപ്പന നിരോധിച്ചു. വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചു. മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതി ഇൻക്വിസിഷൻ പുനഃസ്ഥാപിച്ചു. ഇനി സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലോയോള എന്ന പുരോഹിതൻ സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയും പ്രതിമത നവീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ഇതിലെ അംഗങ്ങൾക്ക് കർശനമായ അച്ചടക്കവും ചോദ്യം ചെയ്യാതെയുള്ള അനുസരണയും ബാധകമായിരുന്നു.
വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും മതപ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും കത്തോലിക്ക സഭയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചു. കത്തോലിക്ക സഭയിൽ അക്കാലത്ത് നിന്നിരുന്ന നിരവധി തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ പ്രതിമത നവീകരണത്തിന് കഴിഞ്ഞു. പ്രതിമത നവീകരണം കത്തോലിക്ക മത നവീകരണം എന്നും അറിയപ്പെടുന്നു. ഗ്രീക്കോ റോമൻ കാലം മുതൽക്കേ നിലനിന്നിരുന്ന മാനവികാശയങ്ങളുടെ വികാസ പരിണാമഘട്ടത്തെയാണ് നവോത്ഥാനം അടയാളപ്പെടുത്തുന്നത്. പ്രാചീന മധ്യകാലങ്ങളുടെ തുടർച്ച കൂടിയായിരുന്നു നവോത്ഥാനം. മനുഷ്യനും മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും സാധ്യതകൾക്കും സവിശേഷതകൾക്കും കേന്ദ്രസ്ഥാനം നൽകുന്ന മാനവികതയാണ് നവോത്ഥാനത്തിന്റെ കാതൽ. യൂറോപ്പും ഇതര സമൂഹങ്ങളുമായുള്ള പരസ്പര ബന്ധങ്ങളിലൂടെയും വ്യാപാര വിനിമയങ്ങളിലൂടെയും വളർന്നു വന്ന നവോത്ഥാനം ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചു.